സംസ്ഥാനത്ത് മഴ കുറയുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അഞ്ജു, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പില്ല, മഴ കുറയുന്നു എന്നാണെങ്കിലും അഞ്ജുവിന്റെ ഫ്രെയിമിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. കാണാം, നമുക്ക് കമന്റ് ബോക്സിൽ അഞ്ജുവിന് അവിട്ടത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് പറയാൻ ഓർത്തത്. എന്നാലും നല്ല മഴയാണ് തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് മഴ കുറവുണ്ടെങ്കിലും എങ്ങനെയാണ് തിരുവനന്തപുരത്തെ സാഹചര്യം? മാത്രമല്ല, സംസ്ഥാനത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത് അഞ്ജു? മഴ മുന്നറിയിപ്പ് നിലവിലത്തെ അലേർട്ടുകൾ പ്രകാരം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി മുതൽ തുടരുന്നത്. ഇപ്പോഴും ആ മഴ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അടക്കം വലിയ തരത്തിലുള്ള മഴയാണ് പെയ്യുന്നത്. അതുതന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ പോലും അതിശക്തമായ മഴയാണ്. ഒറ്റപ്പെട്ട മഴയ്ക്കായിരുന്നു ഒരു പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല, മഴ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് അലേർട്ടുകൾ പുതുക്കി നൽകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഫോർകാസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. ആ ഫോർകാസ്റ്റുകളിൽ എന്തായാലും മഴ മുന്നറിയിപ്പ് തീർച്ചയായും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സമാനമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ നിർത്താതെ പെയ്തു എന്നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. ഈ മഴ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടില്ലെങ്കിൽ പോലും അത് മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കാറ്റിന്റെ വേഗതയാണ്. ഈ മഴയോടൊപ്പം അതിശക്തമായ കാറ്റ് കൂടി വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ മലയോര മേഖലയ്ക്കും ആ അലേർട്ടുകൾ, ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി ആ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. കാരണം തിരമാലയുടെ ശക്തി വലിയ രീതിയിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ അപകടങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന കാര്യമാണ് ഈ മുന്നറിയിപ്പിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും ശക്തമായ മഴ തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ഒരു അലേർട്ടുകൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ട ആഘോഷത്തിലേക്കൊക്കെ മലയാളികൾ കടക്കുന്ന സമയമാണ്. കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ശക്തമായ മഴയും കാറ്റുമൊക്കെ ഉള്ള സാഹചര്യം കണക്കിലെടുത്ത് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നറിയിപ്പുകളൊക്കെ സ്വീകരിച്ച ശേഷമായിരിക്കണം ഈ ആഘോഷ പരിപാടികളിലേക്കൊക്കെ കടക്കേണ്ടത് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഉമ.